ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയാണ് കേട്ടോ ഇനി ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കുന്നത്. അങ്ങനെ ദേവയാനിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ്. എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട് ഒരാളുടെ സഹായമില്ലാതെ ഇനി ദേവയാനിക്ക് എണീക്കാൻ കഴിയുന്നില്ല എന്ന ആ സത്യം പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതിനിടയ്ക്ക് ഇനി ദേവയാനിയുടെ വൃക്കകൾ നഷ്ടപ്പെടുന്ന ആ ഒരു സീന് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴത്തന്നെ അറിയില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അത് പുറത്തു വരും കേട്ടോ. അതാണ് ദേവയാനിക്ക് ആദ്യം മുതലേ ഒരു തലചുറ്റലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. ഇതേ സമയം ദേവയാനി വീട്ടിൽ വരികയാണ്. അപ്പോൾ ആദർശവും എല്ലാവരും മാലയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ജയനാണെങ്കിൽ ഓഫീസിൽ പോവാതെ ദേവയാനിയുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇവർക്ക് മാലയിട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് പോകേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ ആദർശിൻ്റെ ഉള്ളിൽ വലിയ ടെൻഷനാവാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ അമ്മ ഇനി നോക്കാൻ കഴിയില്ലല്ലോ, അത് തൻ്റെ അമ്മക്ക് നയന അടുക്കുന്നതും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചിന്തിച്ച് തുടങ്ങണം. ഈ സമയമാണെങ്കിലും മറ്റുള്ളവരെയൊക്കെ വലിയ വർത്തമാനം പറഞ്ഞെങ്കിലും കൂടി അവരൊന്നും ആരും ദേവയാനിയുടെ റൂമിൽ വരില്ല കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് ഏതിനും സഹായത്തിന് നയന തന്നെ ചെയ്യുന്നത്. കാരണം നയനയെ ഇഷ്ടമല്ലെങ്കിലും നയനെ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ ദേവയാനിക്ക് എതിർക്കാനും കഴിയില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ദേവയാനിക്ക് നയനയെ തന്നെ ആവശ്യം വരികയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആദർശിൻ്റെ അച്ഛൻ പറയാണ്, എന്തായാലും നമ്മുടെ ദേവയാനിയെ നോക്കാൻ ഇനി ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഒത്തിരി സങ്കടമാവണം. ഈ വീട്ടിൽ എത്ര പേരുണ്ടായിട്ടും തൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ ആരുമില്ലല്ലോ. ഒരു ഹോം നേഴ്സിനെ വെച്ച് ഒരു റൂമിലോട്ട് മുക്കിലിടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, രോഗിയായി എല്ലാവരും എന്നെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നയന വന്നിട്ട് പറയണേ, അച്ഛാ ഞാനിവിടെ ഉണ്ട്, നമ്മുടെ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സൊന്നും ആവശ്യമില്ല, മക്കളല്ലേ അമ്മയെ നോക്കേണ്ടത് എന്ന് പറയണേ. അല്ല മോളെ, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ അടുത്ത് ആര്, ഞാൻ മാല ഇട്ടിരിക്കല്ലേ, മലയ്ക്ക് പോകണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദേവയാനിയുടെ അടുത്ത് ആരുണ്ടാവും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അച്ഛനും അമ്മയ്ക്കും വയ്യ, അവർ എത്തി നോക്കുന്നതിലൊരു പരിമിതിയുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ സ്വഭാവം മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ജാനകിയുടെ സഹായം തേടായിരുന്നു, ഇന്ന് അതും ഇല്ലാതായിരിക്കുന്നു എന്നിങ്ങനെ പറയണേട്ടാ. അപ്പോൾ ഇതൊക്കെ കേട്ട് ദേവയാനിക്ക് ഭയങ്കര സങ്കടമാവാണ്. ദേവയാനി എന്താണ് മറ്റുള്ളവർക്ക് മുന്നിൽ താൻ പറയേണ്ടത് എന്നറിയാൻ പോലും കഴിയാതെ ദേവയാനി നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് ഈ എപ്പോഴും തള്ളിപ്പറഞ്ഞിരുന്ന ആ നയന തന്നെ സഹായമാവാണ്. അപ്പോൾ നയന പറയാണ്, അച്ഛനൊരു പേടിയും പേടിക്കണ്ട, ഇനി മുതൽ അമ്മയുടെ റൂമിൽ ഞാൻ കിടന്നോളാം, അമ്മയ്ക്ക് എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം. ഏതാനും മാതൃശേട്ടൻ മലക്ക് മാലയിട്ടിരിക്കല്ലേ, അപ്പോൾ ഞാൻ വേറെ റൂമിലല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ വേറെ റൂമിലോട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് നയന പിന്നീട് ദേവയാനിയെ നോക്കണം കേട്ടോ. ഇതേ സമയം ദേവയാനിക്ക് മനസ്സുകൊണ്ട് ഈശ്വര കുറ്റബോധം കൊണ്ട് നീറുന്ന ആ നാളുകൾ എത്താണ്. കാരണം ഞാൻ ചെയ്തത് എന്തൊരു മഹാഭാവമായിരുന്നു, ഞാനാണ് ഈ മലക്ക് മാലയിടാൻ എല്ലാവരോടും പറഞ്ഞത്, അത് എനിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. നല്ലൊരു കാര്യമാണെങ്കിലും വാശിപ്പുറത്ത് ചെയ്തതിന് അയ്യപ്പസ്വാമി തനിക്ക് ശിക്ഷ തന്നിരിക്കുന്നു എന്നിങ്ങനെ ദേവയാനി ചിന്തിക്കുകയും ചെയ്യൂ കേട്ടോ. എന്നാൽ ഈ സമയം നന്ദുവും ഈ പറയുന്ന കനകദുർഗയൊക്കെ ദേവയാനിയെ കാണാൻ വരികയാണ്. എന്ത് ചുറുചുറുക്കോടുകൂടി നടന്നിരുന്ന ദേവയാനിയാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. ഈശ്വര, അത് താങ്ങാൻ പോലും കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി നന്ദുവും ഈ പറയുന്ന കനകദുർഗയും കൂടി വരികയാണ്. കാരണം അവരിവിടെ നിൽക്കാൻ തന്നെയാണ് വരുന്നത്. അവർക്ക് കാരണം നവ്യയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നവ്യക്കാണെങ്കിൽ ഒരാളുടെ സഹായം ആവശ്യമുള്ള ഒരു സമയമല്ലേ, അതുകൊണ്ട് നയന ദേവയാനിയുടെ ചെയ്യുമ്പോൾ നവ്യയുടെ കാര്യങ്ങളിൽ കുറവ് വരികയാണ്. അങ്ങനെ പിന്നീട് കനകദുർഗയെ വിളിച്ചു വരുത്താണ് കേട്ടോ. അങ്ങനെ കനകദുർഗയും ഈ പറയുന്ന നന്ദവും കൂടി കയറി വരുന്നത് കാണുമ്പോൾ അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അനാമിക പറയും, നീ എങ്ങോട്ടാ ഈ അനന്തപുരിയുടെ പടി ചവിട്ടുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെയുള്ള ദേവയാനി ചേച്ചിയെ കാണാൻ വന്നതാണ്, ഇവിടുത്തെ വല്യമ്മയെ എനിക്ക് കാണണമെന്ന് കനകം പറഞ്ഞ ഉടൻ തന്നെ നന്ദു അത് പറയാനിടാ. അത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, പക്ഷേ ഇവൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നീ ആരാടി അത് പറയാൻ, നീ ഇവിടുത്തെ ആരാ, എല്ലാവരെയും പോലെ ഒരു അധികാരം നിനക്കും ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ, എൻ്റെ ചേച്ചിമാരെ പോലെ തന്നെ അധികാരമല്ലേ നിനക്കുള്ളൂ, അല്ലാതെ നീ ഈ അനന്തപുരിയുടെ അവകാശമൊന്നുമല്ലല്ലോ എന്നിങ്ങനെ നന്ദു ചോദിക്കുകയാണ്. കാരണം നന്ദുവിന് ഒരുപാട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്ദുവിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഈ പറയുന്ന അനാമികയെ. അങ്ങനെ അനാമിക അവിടെ നിന്നും നന്ദുവിനോട് തിരിച്ചു പോയിക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണാം, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇവളെ ഞാൻ കയറ്റില്ല, ഇവളുടെ ഉദ്ദേശം എനിക്കറിയാം, ഈ മൊട്ടച്ചി എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, എടി എന്നെ മൊട്ടച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല, കാരണം നോക്കി നീൻ്റെ ഒന്നങ്ങ് തരും, കുറേ കാലമായി നീ മറ്റുള്ളവർക്കിട്ട് പണിയാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇനി എപ്പോഴും ഞാൻ കണ്ടു നിന്ന് വരില്ല എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന രേവതി, എന്താടി നീ പറഞ്ഞത്, എൻ്റെ മകളോട് നീ എടിപ്പൊടി എന്നൊക്കെ
അത് കേട്ട ഉടനെ തന്നെ നന്ദു ചോദിക്കും, നിങ്ങളുടെ മകൾ ഇപ്പോൾ എന്നെ വിളിച്ചത് മൊട്ടച്ചി എന്നല്ലേ? അതിലും കൂടുതൽ പിന്നെ ഞാൻ നിങ്ങളുടെ മകളെ എന്താ വിളിക്കേണ്ടത്? മുത്തേ സ്വത്തേ എന്നൊക്കെ ഒന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയട്ടോ. അതിന് പറ്റിയതുമല്ല നിങ്ങൾ രണ്ടെണ്ണം എന്ന് പറയണേ. അങ്ങനെ കനകദുർഗ പറയണേ, ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ല. എൻ്റെ മകൾക്ക് സഹായത്തിന് ഒരാളുമില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ എൻ്റെ മകൾക്കെല്ലാം കൂടി എത്തുന്നില്ല. പിന്നെ എൻ്റെ ഒരു മോള് ഗർഭിണിയായി, അവർ രണ്ടുപേരെയും നോക്കാനാണ്. ദേവയാനി എണീക്കൊന്നുമില്ലല്ലോ, സദാസമയം ദേവയാനിയുടെ അടുത്ത ആൾ വേണമല്ലോ, അതുകൊണ്ടാണ് വന്നതെന്ന് പറയാൻ കേട്ടോ. ആയിക്കോ, നിങ്ങളിവിടെ നിന്നോളൂ, അതിനെന്താ കുഴപ്പം, നിങ്ങളുടെ മകൾ ഇവിടെ നിൽക്കണ്ടെന്ന് രേവതി പറയാൻ കേട്ടോ. അത് കേട്ടിട്ടാണ് മുത്തശ്ശൻ പറയുന്നത്. മുത്തശ്ശൻ പറയും, ഈ അനന്തപുരിയുടെ അവകാശം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല, അനന്തപുരിയുടെ താക്കോല് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയണം. അത് കേൾക്കുന്ന രേവതി, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഒന്നും തോന്നരുത് കേട്ടോ മൂർത്തി സാറേ, ഞാൻ പറഞ്ഞത് മതി, നിങ്ങളുടെ സംസാരം മതി. കുറേയായി നിങ്ങളും നിങ്ങളുടെ മകളും കൂടി ഓരോന്നും ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഈ വീട്ടിൽ ആര് വരണം ആര് വരണ്ട തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണം, മുത്തശ്ശ ഈ മൊട്ടച്ചി എന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ മുത്തശ്ശൻ പറയും, ഒരുപാട് തവണയാണ് ഞാനിത് കേൾക്കുന്നത്. മുതിർന്നവരോടും ചെറിയവരോടും ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണമെന്ന് നിൻ്റെ അച്ഛനമ്മമാർ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്, ആ പേരിൽ ഇനി വിളിക്കുക. അല്ലാതെ നീ എന്ന എടി എന്ന പോടി എന്ന മൊട്ടച്ചി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്നിൽ നിന്നും നിനക്ക് കരടം നോക്കി ഒന്ന് അങ്ങ് കിട്ടുമെന്ന് പറയണേട്ടാ. അത് കേൾക്കുന്ന രേവതി അനാമിക ഒന്ന് ഞെട്ടാണ്. അപ്പം എന്നിട്ട് അനാമിക പറയണേ, ഇതാ ഇവരില്ലേ ഇവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അനിയുടെ മനസ്സിലാക്കാനാണെന്ന് പറയുകയാണ് കേട്ടോ. ഉടൻ തന്നെ നിർത്ത്, അനി കല്യാണം കഴിച്ച് ഇത്രയും ദിവസങ്ങളായി, ഇത്രയും മാസങ്ങളായി, ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട, അതവിടെ നിർത്തിയേക്ക്, ഇവർ വന്നവരെ കാണട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ഇവരെ കടത്തിവിടുകയും ചെയ്യാണ്. എന്നാൽ തനിക്ക് സഹിക്കാൻ കഴിയാതെ അനിയുടെ അടുത്തോട്ട് നന്ദു ഈ പറയുന്ന അനാമിക ഓടിച്ചില്ലാണ് നന്ദു വന്ന വിവരം പറയാനേ. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകവും പേനയുമായി ഇരുന്നോ, ഈ കവിത ഇങ്ങനെ കുറിക്കലല്ലേ നിങ്ങളുടെ പണി, അല്ലാതെ എന്ത് പ്രയോജനം? ഈ കവിത കണ്ടിട്ടാണല്ലോ നീ എൻ്റെ കൂടെ കൂടിയത്, അതെൻ്റെ കഷ്ടകാലം. എൻ്റെ കവിതയെ ഒരാൾ സ്നേഹിക്കുന്നെന്ന് കരുതിയപ്പോൾ ഞാൻ നിന്നെ ഒന്ന് ഫ്രണ്ടായി കണ്ടു, അത് ഫ്രണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി. ഇത് തന്നെയാണ് നിൻ്റെ മനസ്സിലിരിപ്പോൾ, ഇങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും ഈ കളിക്കുന്നത്. അവളതാ വന്നിരിക്കുന്നു, ആ മൊട്ടച്ചി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണ്ട, മറ്റുള്ളവരെ ഓരോന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ എന്നെ പറയുന്നത് പോലെ മറ്റുള്ളവർ പറഞ്ഞെന്ന് വരില്ല. നന്ദുവിൻ്റെ കൈക്കരുത്ത് നിനക്കറിയില്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാം. അവളെന്നെ അടിച്ചാൽ എൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനെ കൊണ്ട് ഞാൻ അവളെ പോലീസ് സ്റ്റേഷൻ കയറ്റിക്കോ എന്നൊക്കെയാണ് പറയാനിട്ടാ. ഇതേ സമയം എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അനി. എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല, കവിത എഴുതാനും പറ്റുന്നില്ല. ഉടൻ തന്നെ പറയണേ, അത് എനിക്ക് വേണ്ടത് നന്ദു ഇല്ലേ, അവളിവിടെ നിൽക്കാൻ പാടില്ല, അവളിവിടെ നിന്നാൽ എന്താ കുഴപ്പം? അതെ, അവളിവിടെ നിന്നാൽ നിങ്ങൾ അവളുമായി, അതന്നെയാണ് നിൻ്റെ പ്രശ്നം. നിൻ്റെ ഭർത്താവിനെ നിനക്ക് ആത്മാർത്ഥമായി അറിയില്ല, എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ അമ്മക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നവ്യ എടുത്തിയുടെയും അമ്മക്കും അനിയത്തിക്കൊക്കെ ഇവിടെ നിൽക്കുക, അതിലൊന്നും ഇടപെടാൻ എനിക്ക് അധികാരമില്ല. എൻ്റെ അധികാരം പോലെ തന്നെയാണ് ആദർശേട്ടനും എന്ന് പറയട്ടോ. അതുകൊണ്ട് തന്നെ അനാമികയുടെ അതും അവിടെ ഒടിഞ്ഞു പോവുകയാണ്. ആ വാശിയും നടക്കുന്നില്ല. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഈ നവ്യ ഇങ്ങനെ കനകദുർഗയും എല്ലാവരും കൂടിയിട്ട് ദേവയാനിയുടെ റൂമിൽ ചെല്ലാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ നിറകണ്ണുകളോടുകൂടി നോക്കുകയാണ്. ദേവയാനി ആകെ മൊത്തത്തിൽ മൗനമാവാണ്. കാരണം എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദേവയാനി മൊത്തത്തിൽ മൗനമാവാണ് കേട്ടോ. അപ്പോഴാണ് ആദർശ് ഡോക്ടറെയും കൂട്ടി വരുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് ദേവയാനിയെ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് രേവതി അനാമിക ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇവർക്ക് ഇനി അധികം നാളെ ഈ ബെഡിൽ കിടക്കേണ്ടി വരില്ല, ഇവരെ എണീറ്റ് നടക്കും, നല്ല മാറ്റമുണ്ട്, ഇവരുടെ മരുന്നും കാര്യങ്ങളും ചെയ്യേണ്ട ചിട്ടവട്ടങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് എണീക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണം, എൻ്റെ ഭാര്യയാണ് ഇവരെ നോക്കുന്നത്, എൻ്റെ അമ്മയെ നോക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വാ, ഞാൻ മരുന്നൊക്കെ കുറിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആദർശിനെ വിളിക്കാൻ, പിന്നീട് നയനയും വിളിച്ചു കൊണ്ടുപോകണം. നയനോട് ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ ഡോക്ടർ കൊണ്ടുപോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീടാണെങ്കിലോ ഈ അനാമികയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലണം. എന്നിട്ട് അമ്മ, ഇവരുടെ ഈ കിടത്തം കാണുമ്പോഴേ ഒരുതരം കോമാ സ്റ്റേജിലുള്ള ഇവരുടെ കിടത്തുണ്ടല്ലോ, ഇവരിനിയിപ്പോൾ എണീക്കും എന്നൊക്കെ പറയുന്നത്, ഇവരിനിയിപ്പോൾ ഞാനാണ് ഈ മരുന്നിൽ വിഷം കലർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം, നമ്മളാണെന്നുള്ള സത്യം ഇവർ തിരിച്ചറിയുമോ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ദേവയാനിക്കുള്ളിൽ ആ ഒരു ഉണർവ് കിട്ടുകയാണ് കേട്ടോ. ഈ കണ്ണ് തുറന്ന് കിടക്കുന്ന ദേവയാനിയുടെ മുന്നിൽ വെച്ച് അനാമിക അത് പറയുമ്പോൾ അനാമിക അത് കേൾക്കുന്നില്ല എന്നാണ് അനാമിക ചിന്തിക്കുന്നത്. അങ്ങനെ ദേവയാനി ആകെ ഞെട്ടിപ്പോവാണ്. എന്തായാലും ഇവരെ വീഴ്ത്തണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ആ നവ്യയുടെ കുഞ്ഞിനെ വീഴ്ത്തണമെന്ന് വിചാരിച്ചതാണ്. ഇത് 2ാം പ്രാവശ്യമാണ് നമ്മളിതിൽ തോൽക്കുന്നത്, ഇനി ഒരു തോൽവി പാടില്ല അമ്മേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയും ചെയ്യാണ്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന ആദർശും ഈ
പറയുന്ന ജയനൊക്കെ മല ചവിട്ടി വരികയാണ്. അങ്ങനെ ആദർശ് ജയനും മല ചവിട്ടി വന്നതിന് ശേഷം ജയൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ വീട്ടിൽ രണ്ടാം സംഭവമാണ്. ഒന്ന് ഇങ്ങനെ പായസത്തിൽ പൊടി ചേർത്തെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വഴക്കുണ്ടായി. എന്നാൽ രണ്ടാമതാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അപകടം അത് വെറുതെ വിടാൻ തയ്യാറല്ല. ഇതിൻ്റെ ഉത്തരവാദികൾ ഈ അനന്തപുരിയിൽ തന്നെയുണ്ട്. ഇത് ആരാണ് ചെയ്തതെന്ന് പോലീസിൽ അറിയിക്കാത്തത് അനന്തപുരിയിലുള്ളവർ ഇങ്ങനെ ക്രിമിനൽ മൈൻഡുള്ളവരാണെന്ന് കരുതിയിട്ടാണ്. അതാണ് ഞാൻ പോലീസിൽ അറിയിക്കാത്തത്. എന്നാൽ ഇനി അങ്ങനെയല്ല, ഇനി ഞാൻ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുമെന്ന് പറയണ്ട. അപ്പോൾ ആദർശും ഈ പറയുന്ന ജയനും ഈ വരുന്നതിന് മുന്നേ ദേവയാനിയാണെങ്കിൽ കുറേശ്ശൊക്കെ ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പതിയെ പതിയെ ഇങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്ന പാടെ ഇങ്ങനെ നടന്നു വരുന്ന ദേവയാനിയെ കാണുമ്പോൾ വലിയമ്മക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ദേവയാനിയായി കണ്ടപ്പോൾ അനാമിക ഇങ്ങനെ എപ്പോഴും ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലാൻ ശ്രമിക്കും. പക്ഷേ ദേവയാനി നോട്ടം കൊണ്ടങ്ങ് മാറ്റി പറഞ്ഞയക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നവ്യ നയന അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനി കുറേശ്ശെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ജയൻ ഇങ്ങനെ മലക്ക് മാലയിട്ട് വന്ന് ആ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുമ്പോൾ ദേവയാനിയിൽ മാറ്റം വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി കുറേശ്ശെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ വലിയമ്മയെ ഞാൻ നോക്കിയത് കൊണ്ടാണ് എൻ്റെ വലിയമ്മ ഇങ്ങനെയൊക്കെ ആയത്. എൻ്റെ വലിയമ്മ എത്ര പെട്ടെന്ന് എണീറ്റ് നടന്നത് വലിയച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വാക്കുകൾ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുമെന്നാണ് ഈ അനാമിക രേവതി വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ നവ്യ പറയും, നീ എന്തടി പറയുന്നത്, നീ വല്യമ്മ കിടക്കുന്ന റൂം ഏതാണെന്ന് പോലും നിനക്ക് കുറച്ച് നാളുകളായി അറിയില്ലായിരുന്നു. ഇപ്പോൾ വല്യമ്മ നീ എണീറ്റ് നടക്കുന്നു സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ നീ വീണ്ടും ഇനി നിൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് വല്യമ്മയെ പഴയ വല്യമ്മ ആക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നങ്ങ് പറയാനിട്ടാ. അപ്പോൾ ഉടൻ തന്നെ അവിടെ അനാമികയല്ലേ ഇടപെടുന്നതിനെ ചൂടാവുന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ അനാമിക കൊണ്ട് ചാടി കളിച്ചിട്ട്, എടി നവ്യെ നീയാണ് ഓരോന്ന് ചെയ്തു വെക്കുന്നത്, കുറെ കാലമായി നീ ഇങ്ങനെ ചെയ്യുന്നതും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രം നടക്കുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോൾ അവിടെ നയന വരികയാണ്. എൻ്റെ ചേച്ചിയോട് ചൂടാവുന്നതിൽ ഒരു പരിധിയുണ്ട്. എപ്പോഴും നിനക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു സ്വഭാവം ആണല്ലോ ഉള്ളത്. നീ എപ്പോൾ നോക്കിയാലും എന്നെയും എൻ്റെ ചേച്ചിയെയും എൻ്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്നു. എന്താണ് ഞങ്ങൾ സത്യത്തിൽ നിനക്ക് ചെയ്ത തെറ്റ് എന്നിങ്ങനെ അനാമികയോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അനാമിക ആകെ പതറിപ്പോവാണ്. അപ്പോൾ ഉടൻ തന്നെ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, നീയാണ് വലിയമ്മയെ നോക്കിയതെന്നല്ലേ, ആദർശേട്ടൻ്റെ അമ്മയെ നീയാണ് നോക്കിയതെന്നല്ലേ. അപ്പോൾ അത് കേട്ട ആദർശ് പറയണ, അത് നന്നായി അറിയാം, ഒരു ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ കണ്ടതാണെന്ന് പറയണം. അപ്പോൾ ദേവയാനി ആ ഒരു ഉള്ളോർമ്മയുണ്ടല്ലോ, ദേവയാനി അതിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ സമയം ദേവയാനിക്ക് ദേഷ്യം പിടിച്ചിട്ട് നേരിട്ട് വന്നിട്ട് അനാമികയുടെ കരണത്തടിക്കാണ്. മതി നിൻ്റെ പ്രകടനം, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ ഇന്ന് ഈ അവസ്ഥയിലെത്താൻ കാരണക്കാരി നിൻ്റെ അമ്മയും നീയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിൻ്റെ അച്ഛൻ ഓരോ തവണയും ഇവിടെ കയറി വരുമ്പോൾ ഓരോ പൊടികൾ കൊടുന്നും ഓരോരുത്തരെയും വീഴ്ത്തുമ്പോൾ അതിലൊരു തവണ നിങ്ങൾ വീണപ്പോൾ നിങ്ങൾ മരണവെപ്രാളം പോലെ ഓരോരുത്തരും ഓടിയിരുന്നു. എന്നാൽ ഇത്തവണ അനന്തപുരിയുടെ അവകാശിയെ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ നോക്കിയപ്പോൾ അതിൽ വീണത് ഞാനാണ്. ഇനി മേലാൽ നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനായിരിക്കും നിങ്ങളെ പോലീസിന് പിടിച്ചു കൊടുക്കുക എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ടോ. ഇത് കേൾക്കുന്ന രേവതിക്ക് ആകെ പേടിയാവണം. അങ്ങനെ രേവതി അനാമികയെ വിളിച്ചിട്ട്, മോളെ എനിക്ക് പേടിയാവുന്നു, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ എന്ന് പറയുമ്പോൾ, അമ്മ അങ്ങനെ പോവല്ലേ, അവരുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം അമ്മ പോയാൽ മതി, സ്വന്തം മകളെ കുരുതിക്ക് കൊടുത്തിട്ടാണ് അമ്മ പോകുന്നത് എന്ന് പറയാനായിട്ടാ. അങ്ങനെ ദേവയാനി തന്നെ ഇവർക്കുള്ള ആ ഒരു തിരിച്ചടി കൊടുക്കുന്ന നാളുകളാണ്. അപ്പോഴായിരിക്കും ദേവയാനി ഇങ്ങനെ നയനയെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ദേവയാനിയുടെ വൃക്കകൾ നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമൊക്കെ ഇനി പുറത്ത് വരുന്നത് കേട്ടോ. അപ്പോഴേക്കും ദേവയാനിക്ക് ആരുമില്ല, വൃക്ക കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അവിടെയും നയന തന്നെയാണ് സഹായത്തിനെത്തുന്നത് കേട്ടോ.